നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിക്ക് കേരളത്തിൽ സംഭവിച്ചത് ഒരു വീഴ്ച മാത്രമെന്നാണ് എം.വി. ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. ആഴത്തിലുള്ള പഠനം ഇതിനെക്കുറിച്ച് നടത്തുമത്രേ. ആഴത്തിൽ കുഴിയെടുത്ത് ഇവരുടെ ധാർഷ്ട്യവും അഹങ്കാരവുമൊക്കെ വെട്ടി കുഴിച്ചുമൂടുകയാണ് ചെയ്യേണ്ടത് എന്ന് പ്രവർത്തകർ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്ന് പാർട്ടി പ്രവർത്തകരിൽ ശക്തമായ മുറവിളി ഉയർന്നിരുന്നു. കാതലായ മാറ്റം വരുത്തണമെന്നാണ് പാർട്ടി പ്രവർത്തകർ രഹസ്യമായെങ്കിലും ആവശ്യപ്പെട്ടത്. ഇതിനിടയിൽ പാർട്ടിയുടെ നേതൃയോഗത്തിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന് പൊതുവെ കണക്കുകൂട്ടി. ഇത്തരം പൊട്ടിത്തെറികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഒരു പ്രസ്താവന കീച്ചിയത്. സർക്കാരിൻ്റെ മുഖം മിനുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. മന്ത്രിസഭയുടൻ പൊളിച്ചുപണിയുമെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ നേതൃയോഗത്തിൽ വിശദീകരിച്ചത്. പാർട്ടിയിൽ കാതലായ തിരുത്തലുണ്ടാകുമെന്നാണ് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറയുന്നത്. ചുരുക്കത്തിൽ പിണറായി വിജയനും ഗോവിന്ദനും കൂടി വീണ്ടും പാർട്ടിയെ തുലച്ചടക്കുമെന്ന് വ്യക്തം. തൻ്റെ കസേര രക്ഷിക്കാൻ മന്ത്രിസഭ അപ്പാടെ പൊളിച്ചുപണിയാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നീക്കം. പാർട്ടി സെക്രട്ടറിയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടാതിരിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ പൊളിച്ചുപണി നടത്തുമെന്ന് എം.വി. ഗോവിന്ദനും. വിചിത്രമാണ് ഇരുവരുടെയും നീക്കങ്ങളും വാദങ്ങളുമൊക്കെ. ഇനിയാണ് ബഹുവിശേഷം. വിശദ പരിശോധനയ്ക്കായി 16-ാം തീയതി മുതൽ 5 ദിവസത്തെ നേതൃയോഗം CPM വിളിച്ചു. കഴിഞ്ഞ 6 മാസക്കാലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലായിരുന്നു CPM പാർട്ടിയും സംസ്ഥാന ഭരണകൂടവുമൊക്കെ. എന്തൊക്കെ മാമാങ്കമായിരുന്നു അവർ കേരളത്തിൽ സംഘടിപ്പിച്ചത്. ആദ്യം തലസ്ഥാന നഗരിയെ വിറപ്പിച്ച് കേരളീയം, പിന്നെ നവകേരള സദസ് എന്ന് കാട്ടിക്കൂട്ടൽ. നവകേരള സദസ്സിലൂടെ സർക്കാരിനെ മുന്നിൽ നിർത്തി മുൻപില്ലാത്ത പ്രചരണ ശൈലിയാണ് CPM സംഘടിപ്പിച്ചത്. കോടാനുകോടി രൂപ തുലച്ചടുക്കി. 12 സീറ്റുകൾ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നും 8 സീറ്റുകളിൽ വിജയിക്കുമെന്നും മുഖ്യമന്ത്രിയും ഗോവിന്ദനുമൊക്കെ അന്ന് പാർട്ടി ഫോറങ്ങളിൽ വിശദീകരിച്ചിരുന്നു. ഒടുവിലിപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് പൊട്ടിപ്പാളീസാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ശൈലി മാറ്റുമെന്ന്. 2019 അന്നത്തെ കനത്ത തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ശൈലിമാറ്റം ചിലർ ആവശ്യപ്പെട്ടിരുന്നു. ശബരിമല വിശ്വാസ സമരത്തിലടക്കം സർക്കാരിന് തെറ്റുപറ്റി എന്ന് മാധ്യമങ്ങളടക്കം മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ശൈലി മാറ്റമില്ല എന്ന പ്രഖ്യാപനമായിരുന്നു അന്ന് മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ കസേര സംരക്ഷിക്കാൻ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു സ്വയം തിരുത്തലിന് താൻ തയ്യാറെന്ന്. ഈ മാസം 16-ാം തീയതി ആരംഭിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗത്തിൽ തിരുത്തൽ നടപടികൾ ആവശ്യപ്പെടുമെന്ന് വ്യക്തം. മുഖ്യമന്ത്രി കസേരയൊഴിയണം എന്ന് പറയാൻ ആർജവമുള്ള ആരെങ്കിലുമുണ്ടോ അവിടെയെന്ന ഒരൊറ്റ ചോദ്യമാണ് കേരളം CPMന് മുന്നിൽ വെക്കുന്നത്. കേന്ദ്ര നേതൃത്വം ഏറെക്കുറെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് കസേര ഒഴിയാൻ ആവശ്യപ്പെടാനുള്ള ആ ധൈര്യമൊന്നും ഇപ്പോൾ CPM കേന്ദ്ര നേതൃത്വത്തിനുമില്ല. കരിമണൽ വായിൽ കുത്തിനിറച്ച് ഇന്നലെ നേതാക്കൾ തമ്മിൽ നടന്ന യോഗത്തിൽ ബഹുവിശേഷങ്ങളാണ് നടന്നത്. പരസ്പരം മനസ്സു തുറന്ന് സംസാരിക്കാൻ പോലും നേതാക്കൾക്ക് ഭയം. പാർട്ടിക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നാണ് എം.വി. ഗോവിന്ദൻ ഇന്നലെ വിശദീകരിച്ചത്. UDFനാണത്രേ കേരളത്തിൽ ക്ഷീണം സംഭവിച്ചത്. അവർക്ക് 5% വോട്ട് കുറഞ്ഞുവെന്ന് ഇന്നലെ ഗോവിന്ദൻ കണ്ടുപിടിച്ചു. എന്നാൽ കേരളത്തിലെ CPMന് ഒരു കോട്ടവും സംഭവിച്ചില്ലത്രേ. പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അടിത്തറ ഭദ്രമെന്നാണ് ഇന്നലെ പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. നേതൃയോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുമൊക്കെ പിണറായി വിജയൻ ഉത്തരം മുട്ടും എന്നതിൽ സംശയമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിദാനം ചെയ്യുന്ന ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ LDFും UDFും ഒക്കെ ഒപ്പത്തിനൊപ്പമെത്തി. ആകെയുള്ള 165 ബൂത്തുകളിൽ 80-ൽ UDFും 85-ൽ LDFനുമാണ് ഭൂരിപക്ഷം. ധർമ്മടം പോലും പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി മുഖ്യമന്ത്രിക്ക് എന്ത് ന്യായീകരണമാണ് നിരത്താനുള്ളത്? പിണറായി വിജയൻ വോട്ട് ചെയ്ത RC അമല സ്കൂളിലെ ബൂത്തിൽ LDF 794 വോട്ട് നേടി. അവിടെ UDFന് ലഭിച്ചത് 226. പക്ഷേ CPM ഞെട്ടി. BJP അവിടെ 90 വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നു. BJPയുടെ പ്രചരണ ബോർഡോ പാർട്ടി പതാകകളോ സ്ഥാപിക്കാത്ത പ്രദേശങ്ങളിലാണ് BJP അത്ഭുത നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇത് ധർമ്മടത്തെ ബൂത്തുകളിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ എല്ലാ സ്ഥലങ്ങളിലേക്കും BJP കടന്നു കയറിയിരിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിക്ക് ധർമ്മടത്തു നിന്ന് ലഭിച്ചത് 50,123 വോട്ടിന്റെ ഭൂരിപക്ഷം. 2 വർഷം കഴിഞ്ഞ് നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില ഇടത് കേന്ദ്രങ്ങളെ പൂർണ്ണമായി ഞെട്ടിച്ചിരിക്കുന്നു. LDFന് വെറും 2,616 വോട്ടിന്റെ മേൽക്കൈ. കഷ്ടം തന്നെയല്ലേ ഇത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നേടിയത് വലിയ രാഷ്ട്രീയ വിജയമാണ് എന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പറയുന്നത് വെറുതെയല്ല.
ഇടതുപക്ഷത്തെയല്ല CPM-നെയാണ് കോൺഗ്രസ് കണ്ണൂരിൽ നെടുകെ മലർത്തിയടിച്ചത്. CPM-ന്റെ ചെങ്കോട്ടകളിൽ UDF-ന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, വലിയ തോതിൽ CPM അണികൾ ഇപ്പോൾ BJP-യിലേക്ക് നീങ്ങുന്ന കാഴ്ചയും കോൺഗ്രസ് കാണുന്നു. തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ മണ്ഡലങ്ങളിൽ UDF നടത്തിയ മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ CPM-നെ ഞെട്ടിക്കുന്നതാണ്. ഈ പ്രദേശങ്ങളിൽ CPM-ന്റെ വലിയൊരു വിഭാഗം ഇനി BJP-യായി രൂപാന്തരപ്പെടുമോ എന്ന് കാത്തിരുന്ന് കാണാം. കേരളത്തിൽ UDF തരംഗം സൃഷ്ടിക്കുന്നതിൽ വലിയൊരു പരിധിവരെ കോൺഗ്രസിനെ സഹായിച്ചത് പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധതയാണ് എന്ന് കെ സുധാകരനും തുറന്നടിച്ചു. കണ്ണൂരിലെ ഇടത് കേന്ദ്രങ്ങളിൽ BJP-ക്ക് വോട്ട് വർദ്ധിച്ചത് ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രതിഭാസമെന്നാണ് MV ജയരാജൻ വിശേഷിപ്പിച്ചത്. ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ് എന്ന് ജയരാജൻ പറയുന്നു. CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോയെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് ജയരാജന്റെ പ്രഖ്യാപനം. ഇടതുപക്ഷത്തിന്റെ ചില കേന്ദ്രങ്ങളിൽ BJP-യുടെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് BJP-യിലേക്ക് പോയി എന്നാണ് പൊതുവെ കരുതുന്നത്. അവർക്ക് 2019 കിട്ടിയ വോട്ട് കിട്ടുന്നില്ല. 2019 UDF വോട്ടിന്റെ കണക്ക് വെച്ചാണ് ഇപ്പോൾ CPM ആശ്വാസത്തിന് ശ്രമിക്കുന്നത്. ഇനിയാണ് MV ജയരാജന്റെ വിചിത്രമായ ചില പരാമർശങ്ങൾ. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ UDF-ന് അനുകൂലമായ ഒരു ജനവിധിയാണോ കേരളത്തിലുണ്ടായത് എന്ന് സംശയിക്കുന്നു. എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിനിടയാക്കിയത് എന്ന് വിശദമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് MV ജയരാജന്റെ പക്ഷം. പാർട്ടിക്കും LDF-നുമൊക്കെ ഉണ്ടായ ഈ തിരിച്ചടിയെക്കുറിച്ച് വിശദമായി ഞങ്ങൾ പഠിക്കും. അതിൽ നിന്ന് തിരുത്തേണ്ടവ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് ജയരാജന്റെ പ്രഖ്യാപനം. ഇതുതന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്. MV ഗോവിന്ദൻ പറയുന്നത് പാർട്ടിയുടെ ഉന്നത നേതാക്കളിൽ ചിലരെ മാറ്റിപ്രതിഷ്ഠിക്കുമെന്ന്. എന്തായാലും നേതാക്കളുടെ തലയുരുളാൻ അവർ തന്നെ സമ്മതിക്കില്ല. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും കസേരയിൽ തൂങ്ങിക്കിടക്കും. MV ഗോവിന്ദന്റെയും സ്ഥിതി അതുതന്നെ. ആലപ്പുഴയിലെ CPM കേഡർ വോട്ടുകളും ചോർന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർട്ടി തളരുകയാണ്. ഉറച്ചു വിശ്വസിച്ച പല മേഖലകളിലും BJP വലിയ തോതിൽ ലീഡ് ഉയർത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി V മുരളീധരൻ പിടിച്ച വോട്ട് പൂർണ്ണമായും ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ മിന്നുന്ന വിജയം മാത്രമല്ല ഇടതുപക്ഷത്തിനെ ഓരോ നിമിഷവും പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് BJP-യുടെ വളർച്ച തന്നെ. തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ വേരോട്ടമുറപ്പിച്ചിരിക്കുന്നു BJP-ക്ക്. സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിലും. ഈ രണ്ട് കേന്ദ്രങ്ങളും CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെ. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് BJP വളരുമ്പോൾ നാളുകളിലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന ആശങ്കയാണ് പാർട്ടിയിൽ. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃയോഗങ്ങൾ കൂടുതൽ പൊട്ടിത്തെറികളിലേക്ക് കടക്കും എന്നതിൽ സംശയം വേണ്ട. മന്ത്രിസഭ പൊളിച്ച് പിണറായി വിജയന്റെ കസേര സംരക്ഷിച്ചാലും വായിൽ കരിമണൽ തിരുകി പാർട്ടി നേതാക്കൾ പിണറായി വിജയനെതിരെ ഉരിയാടാതിരുന്നാലും എത്ര കാലം ഈ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് പോകും? ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഈ പാർട്ടിക്ക് ബംഗാളിൻ്റെ വിധിയാണോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ സംശയമുണർത്തുന്നതും അതുകൊണ്ട് തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.